ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷന്റെ ഈ വർഷത്തെ സംസ്ഥാന കൺവെൻഷൻ ഈ മാസം 23-ന് തൃശൂരിൽ നടക്കും. ഇതിന് മുന്നോടിയായി കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീനാപീസിൽ പതാക ദിനം ആചരിച്ചു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. ഈ മാസം 23-നാണ് തൃശൂരിൽ ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷൻ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച പതാക ദിനം ആചരിച്ചത്. ഹോസ്തൃക് മീനാപീസ് കടപ്പുറത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ മേഖലാ പ്രസിഡന്റ് വി കുഞ്ഞികൃഷ്ണൻ പതാക ഉയർത്തി. കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഖജാൻജി RMA മുഹമ്മദ് കുഞ്ഞി അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. സംസ്ഥാന കൺവെൻഷൻ ഫെബ്രുവരി 23-ാം തീയതി തൃശ്ശൂരിൽ വെച്ച് നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് കേരളത്തിലെ മുഴുവൻ യൂണിറ്റുകളിലും ഫെബ്രുവരി 13-ന് പതാക ദിനം ആചരിക്കാൻ വേണ്ടി സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തതിന് ആഹ്വാനപ്രകാരം കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ പതാക ഉയർത്തൽ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. മേഖലാ സെക്രട്ടറി PK സലാം സ്വാഗതവും ഖജാൻജി ശ്രീശൻ നന്ദിയും പറഞ്ഞു. ജില്ലാ കമ്മിറ്റിയിലെയും മേഖലാ കമ്മിറ്റിയിലെയും അംഗങ്ങൾ പങ്കെടുത്ത ദിനാചരണത്തോടനുബന്ധിച്ച് മധുര വിതരണവും നടത്തി. മീനാപീസ് കടപ്പുറത്ത് അനുവദിച്ച ഫിഷ് ലാൻഡിംഗ് സെന്റർ എത്രയും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്ന് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റും അഖില കേരള ധീവരസഭ ഹോസ്തൃക് താലൂക്ക് കമ്മിറ്റി സെക്രട്ടറിയുമായ വി കുഞ്ഞികൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഇവിടെ ഒരു ഫിഷ് ലാൻഡിംഗ് സെന്റർ പാസ്സായിട്ട് 2 കൊല്ലായി. മന്ത്രി തറക്കല്ലിട്ടിട്ട് അതിൻ്റെ കല്ലിറക്കിയിട്ട് കോൺട്രാക്ടുകാരൻ കല്ലിറക്കിയിട്ട് ഇതുവരെ അതിൻ്റെ പണി തുടങ്ങാൻ സാധിച്ചിട്ടില്ല. കലക്ടർക്കും മന്ത്രിക്കും എല്ലാവർക്കും നിവേദനം കൊടുത്തിട്ടും കലക്ടറും എല്ലാം പറയുന്നു ശരിയാക്കാന്ന് പറയുന്നതല്ലാതെ കണ്ട് ഇതുവരെ ഈ മീനാപീസ് കടപ്പുറത്ത് ഒരു ഫിഷ് ലാൻഡിംഗ് സെന്ററോ ഒരു സൗകര്യങ്ങളോ ഇല്ലാത്തത് ജനങ്ങളെ ഭയങ്കരധികം ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗമാണിത്. അതുകൂടാതെ ഇപ്പോൾ കടലിൽ ഖനനം നടത്തി പൊയ്യ എടുത്തുകൊണ്ട് പോകാനുള്ള പദ്ധതിയും കൂടി ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി അത് ഒരു കാരണവശാലും തീരദേശത്തിലെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഖനനം ചെയ്യാൻ വിടുകയില്ല എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളുന്നു. ഏകദേശം 4 പതിറ്റാണ്ട് കാലമായി മത്സ്യബന്ധന തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളി സ്ത്രീകളുമെല്ലാം ഉപജീവനത്തിനായി ഒത്തുചേരുന്ന ഇടം കൂടിയാണ് കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഹോസ്തൃക് മീനാപീസ് കടപ്പുറം. ഒരു പൊതു ശൗചാലയം പോലുമില്ലാത്ത ഈ ജനസിരാകേന്ദ്രം അധികാരികളുടെ അവഗണന മൂലം അങ്ങേയറ്റത്തെ പരിതാപകരമായ അവസ്ഥയിലാണ്. നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് ഇവിടെയൊരു ഫിഷ് ലാൻഡിംഗ് സെന്റർ അനുവദിച്ചിട്ട് ഏകദേശം 3 വർഷത്തോളമായി. ഇതിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ച് 2023 മെയ് 24-ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ തറക്കല്ലിടുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർ പ്രവൃത്തികളൊന്നും നടന്നില്ല. ഇതുമൂലം കരാറുകാരൻ കൊണ്ടിറക്കിയ ലക്ഷങ്ങൾ വിലമതിക്കുന്ന കരിങ്കല്ലുകൾ കുന്നുകൂടിയും കാടുമൂടിയും കടപ്പുറത്ത് കിടക്കുകയാണ്. ഈയൊരു സാഹചര്യത്തിൽ ഇനിയെങ്കിലും ഉത്തരവാദപ്പെട്ട അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ധീവരസഭ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം മുൻനിർത്തി ഫിഷറീസ് മന്ത്രിക്കും കാസർഗോഡ് ജില്ലാ കലക്ടർക്കും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സണും നിവേദനം നൽകാൻ തീരുമാനിച്ചതായും താലൂക്ക് സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.